എനിക്ക് കിട്ടിയ പൈനാപ്പിൾ ജ്യൂസ് വളരെ മോശമായിരുന്നു. പറ നമ്മളെങ്ങോട്ട് പോണേ? ഇവിടെ പുതിയ യെല്ലോ ലൈൻ തുടങ്ങിയിട്ടുണ്ട് മെട്രോ. നമ്മളിപ്പോ സമയം 9:37 രാത്രി. ഈ സമയമാകുമ്പോ തിരക്കുണ്ടാവില്ലേ? ജസ്റ്റ് നമ്മൾ യെല്ലോ ലൈൻ ട്രൈ ചെയ്യാൻ പോവാ. എന്ന് ഓപ്പൺ കഴിഞ്ഞ ഞായറാഴ്ച ഓപ്പൺ ആയത് യെല്ലോ ലൈൻ. സോ മുന്നേ ഗ്രീൻ ലൈൻ പർപ്പിൾ ലൈൻ ഒക്കെ ഓപ്പൺ ആയി നടന്നത് ആ സൈഡ് നാഗസാന്ദ്ര ആ ഭാഗം മെജസ്റ്റിക്. ഇപ്പൊ നമ്മുടെ ഇവിടെ HSR കുഡ്ലു ഗേറ്റ് ഇലക്ട്രോൺ സിറ്റി അവിടെ ഓപ്പൺ ആയിരിക്കുകയാണ് ഗൈസ്. അപ്പം നമുക്കായിട്ടൊരു മെട്രോ. സോ നമുക്കിത് ആക്ച്വലി അവിടെ പോയിട്ട് ടിക്കറ്റ് എടുക്കണമെങ്കിൽ എടുക്കാൻ പറ്റില്ല. നമ്മൾ ഓൺലൈൻ ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് പോവുക, നേരെ സ്കാൻ ചെയ്താൽ മതി. സോ PTM ഉണ്ടെങ്കിൽ നേരെ PTM എടുക്കുക. അതിൽ മെട്രോയിൽ സെർച്ചിൽ ഇങ്ങനെ അടിച്ചു കൊടുക്കുക, ഇങ്ങനെ വരും മെട്രോ. അതിൽ ബാംഗ്ലൂർ മെട്രോ കൊടുക്കുക, മെട്രോ QR ടിക്കറ്റ് കൊടുക്കുക. പിന്നെ നമ്മൾ ഏത് സ്റ്റേഷനിൽ കയറണമെങ്കിൽ അത് അടിച്ചു കൊടുക്കുക, എവിടെ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ അടിച്ചു കൊടുക്കുക. അത്രേ ഉള്ളൂ. ഇപ്പം നമ്മൾ കുഡ്ലു ഗേറ്റാണ് നമുക്ക് അടുത്തത്. സോ ഞാൻ ഫ്രം കുഡ്ലു ഗേറ്റ് കൊടുത്തു ടു നമ്മളൊരു 10 മിനിറ്റ് യാത്ര. അപ്പോൾ ജയദേവ ഹോസ്പിറ്റൽ ഉണ്ട്. സോ നമ്മൾ അവിടെ സെലക്ട് ചെയ്തു ഫ്രം ടു. ഒരാൾക്ക് 30 രൂപയാണ് വരുന്നത്. എന്നിട്ട് നമ്മൾ 2 പേരാക്കാം. സോ ഈ ടിക്കറ്റ് 15-ാം തീയതി വരെ വാലിഡാണ്. അതായത് നാളെ രാത്രി 2:30 AM വരെ വാലിഡാണ്. അതിനുള്ള എപ്പോൾ വേണമെങ്കിലും നമുക്ക് ട്രാവൽ ചെയ്യാം. ഞാൻ അറിയാത്തവർക്ക് പറഞ്ഞു തന്നിട്ട് നമ്മളിതിൽ പേയ്മെൻറ്റ് ചെയ്യാം. This buffering guys, payment option. കുഡ്ലു ഗേറ്റ് ടു ജയദേവ ഹോസ്പിറ്റൽ. ഇത് നമ്മൾ അവിടെ സ്കാൻ ചെയ്യാണ് വേണ്ടത്. അങ്ങനെ നമ്മൾ മെട്രോയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പം നമ്മുടെ രാത്രി ഈ ബാംഗ്ലൂർ കാണാൻ എങ്ങനെ ഇരിക്കുന്നു ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതുപോലെയാണ് ഉണ്ടാവുക. നിറയെ വണ്ടികളും ആളുകളും തിരക്കും. അതിൻ്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുന്ന കുറേ ആളുകളെയും നമുക്ക് കാണാം കേട്ടോ. അങ്ങനെ ഞങ്ങളൊരു 5 മിനിറ്റോട് കൂടി മെട്രോ സ്റ്റേഷൻ എത്തിയിട്ടോ. അത്രയും അടുത്താണ് ഇവിടുത്തെ മെട്രോ സ്റ്റേഷൻ. അപ്പം നമുക്ക് എങ്ങനെയുണ്ട് നമ്മുടെ മെട്രോ എന്ന് നോക്കാം. മെട്രോ സ്റ്റേഷനിൽ അധികം തിരക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല. ടിക്കറ്റ് എടുക്കാനും ആളുകൾ ഉണ്ടായിരുന്നില്ല. നമ്മളെപ്പോലെ ഓൺലൈൻ തന്നെയായിരിക്കും പലരും ചൂസ് ചെയ്തിട്ടുണ്ടാവുക. നമ്മൾ കുഡ്ലു ഗേറ്റിൽ നിന്ന് ജയദേവ ഹോസ്പിറ്റലാണ് പോകുന്നത്. തിരക്കൊന്നും ഉണ്ടാവില്ല എന്ന് കരുതി മെട്രോ കയറാൻ വേണ്ടി വന്നപ്പോഴാണ് നിൽക്കുന്നു ഇഷ്ടം പോലെ ആളുകൾ. നമ്മൾ വന്ന അതേ സമയം തന്നെ മെട്രോയും വന്നു കേട്ടോ. അപ്പം നമുക്കിനി മെട്രോയിലേക്ക് കയറാം. രാത്രി ആയതുകൊണ്ട് തന്നെ അധികം തിരക്കൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചാണ് നമ്മൾ ഈ ഒരു സമയം ചൂസ് ചെയ്തത്. അപ്പം പറഞ്ഞ പോലെ തന്നെ ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല. കണ്ടില്ലേ ഗൈസ്, ഒരു സൂചി കുത്താൻ പോലും ഇവിടെ പഴുതുണ്ടായിരുന്നില്ല. മെട്രോയിൽ നിങ്ങൾക്ക് പീസ്ഫുള്ളായിട്ട് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉച്ചയ്ക്കാണ് പോകേണ്ടത്. കാരണം രാവിലെയും രാത്രിയൊക്കെ വർക്കേഴ്സും ആൾക്കാരും ഒക്കെ ആയിട്ട് ഭയങ്കര തിരക്കായിരിക്കും എന്ന് ഞങ്ങൾക്കിപ്പോൾ മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ ജയദേവ ഹോസ്പിറ്റലാണ് ഇറങ്ങിയത്. അവിടെ നിന്ന് നമ്മൾ തിരിച്ചു പോകാനുള്ള ടിക്കറ്റ് കൗണ്ടറിൽ തന്നെയാണ് ബുക്ക് ചെയ്യുന്നത്. സോ ഇവിടെ നിന്ന് നമ്മൾ റിട്ടേൺ ടിക്കറ്റ് എടുക്കുകയാണ് ചെയ്തത്. സെയിം എമൗണ്ട് തന്നെയാണ് PTM-ൽ ഇതാക്കുന്നത്. ബുക്ക് ചെയ്യണമെങ്കിൽ ബുക്ക് ചെയ്യണമെങ്കിൽ ലൈനൊക്കെ നിൽക്കണം. ബെറ്റർ PTM-ൽ ബുക്ക് ചെയ്യണം. സ്കാൻ ചെയ്താൽ മതി. നമുക്ക് എത്ര പേരിനെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ ആ QR കോഡ് ഒരു 3 ആളുണ്ടെങ്കിൽ 3 വട്ടം ആ ഫോൺ തന്നെ കാണിച്ചാലും ഓരോരുത്തർക്ക് കിടക്കാൻ പറ്റും. എക്സിറ്റും അങ്ങനെ തന്നെ ചെയ്യണം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. 52 എക്സിറ്റ്. നമ്മൾ ഈ കോയിൻ കളയാൻ പാടില്ല. കോയിനാണ് നമ്മുടെ ടിക്കറ്റ്. യെസ്. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ലിഫ്റ്റിൽ കയറിയപ്പോൾ ഉണ്ട് നല്ല ഭംഗിയുള്ളൊരു മിറർ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഇതുപോലത്തുള്ള പോസുകളും അതുപോലെ തന്നെ ഫോട്ടോയും എടുക്കാതെ ഒരു സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഫോട്ടോ എടുത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. We are here, Jayadeva Hospital.
ഓർമ്മയുണ്ട് അന്ന് കാലത്ത് പോകുമ്പോൾ ഇതില പോയത്. കാലത്ത് നമ്മൾ പോകുമ്പോൾ ഇതെൻ്റെ മുമ്പിൽ കൂടെ പോയത്. ഇതാണ് മെട്രോ. അങ്ങനെ ഞങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ചെറിയ ജ്യൂസിൻ്റെ ഷോപ്പ് കണ്ടത്. മെട്രോ കയറി ഒന്നൊരു ജ്യൂസ് കുടിക്കാൻ വേണ്ടി മെട്രോ പോയി കഴിഞ്ഞ ബസ്സിൽ കൊണ്ടുപോയി. ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ദേ ഒരു പൈനാപ്പിൾ ജ്യൂസാണ്. ഇത് വരാൻ കുറച്ചധികം സമയം എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ വീണ്ടും തിരിച്ചു പോവാണ്. നമ്മൾ ഈ ടോക്കൺ അവിടെ അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അത് തുറക്കും. അതിന് നമ്മൾ പോകുമ്പോൾ പിന്നെ അവിടെ കൊടുക്കണം. അങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. നമ്മളത് എപ്പോഴും വരാമെന്നറിയില്ല. സോ ലെഫ്റ്റ് സൈഡിലാണ് ടുവേർഡ്സ് ഇലക്ട്രോണിക്സ് ബൊമ്മസാന്ദ്ര സൈഡ്. ഇവിടെയാണ് അങ്ങനെ നമ്മൾ പോവാനുള്ള മെട്രോ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എനിക്ക് കിട്ടിയ പൈനാപ്പിൾ ജ്യൂസ് വളരെ മോശമായിരുന്നു. അതുകൊണ്ട് ഞാൻ കുടിച്ചില്ല. എന്തോ പ്രശ്നം ഉണ്ടായിരുന്നോ, പഴയ സാധനം തോന്നുന്നു. പൈനാപ്പിളൊക്കെ ഇട്ടിട്ട് തോന്നുന്നു. പക്ഷെ എനിക്ക് നല്ല മാംഗോ മിൽക്ക് ഷേക്ക് കിട്ടി. മെട്രോ വന്നു. നമ്മുടെ ഒരു ഭാഗ്യല്ലേ. മെട്രോ വന്നു ഗൈസ്. അങ്ങനെ നമ്മൾ തിരിച്ചു പോകുമ്പോഴും അത്യാവശ്യം തിരക്ക് മെട്രോയിലുണ്ടായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇരിക്കാൻ സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. മെട്രോയിൽ പോകുമ്പോൾ അടിയിൽ കാണുന്ന ട്രാഫിക്കാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു. നമ്മൾ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ നമ്മളിതേ വീട്ടിലെത്തി ഗൈസ്. അപ്പം നമ്മൾ പ്രതീക്ഷിച്ച പോലെയൊന്നും നമുക്ക് യാത്ര ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഇതും ഒരു നല്ല അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.